രാഷ്ട്രനിർമ്മാണത്തിൽ കുടുംബവും യുവതയും എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ച് ഭാരതീയ വിചാരകേന്ദ്രം തിരുവനന്തപുരം ജില്ലാ സമിതി. കാട്ടാക്കട പങ്കജ കസ്തൂരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടി കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, അധ്യക്ഷൻ വിജയകുമാർ തുടങ്ങിയവർ ഏകദിന സെമിനാറിൽ പങ്കെടുത്തു. ഭാരതീയ വിചാരകേന്ദ്രം ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രനിർമ്മാണത്തിൽ കുടുംബവും യുവതയും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. രാഷ്ട്രനിർമ്മാണത്തിൽ യുവാക്കളുടെ പ്രാധാന്യത്തെപ്പറ്റിയുള്ള വിഷയത്തിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ ഉദ്ഘാടന പ്രസംഗം നടത്തി. ഭാരതത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി 1982 സ്ഥാപിച്ച ഭാരതീയ വിചാരകേന്ദ്രം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെമിനാറാണ്. രാഷ്ട്രനിർമ്മാണത്തിൽ കുടുംബവും യുവത്വം എന്ന വിഷയത്തിൽ ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ആമുഖ പ്രഭാഷണം നടത്തി. അതുകൊണ്ട് ഈ വ്യക്തിയുടെ അവകാശം എന്നതിന് വളരെയേറെ ഒരു പ്രാമുഖ്യം കിട്ടുകയുണ്ടായി. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഭരണഘടനയിലും എന്തുണ്ട്? മൗലിക അവകാശങ്ങൾ ഉണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വളരെ താമസിച്ചാണെങ്കിലും നമ്മുടെ ഭരണഘടനയിൽ മൗലികമായ കർത്തവ്യങ്ങളും ചേർത്തിട്ടുണ്ട്. പരിപാടിയുടെ അധ്യക്ഷ കർമ്മം ഭാരതീയ വിചാരകേന്ദ്രം അധ്യക്ഷൻ വിജയകുമാർ നിർവഹിച്ചു. മനുഷ്യജന്മത്തിൽ ശ്രേഷ്ഠമാണ് കുടുംബജീവിതം. കേവലം വിഷയസുഖം മാത്രമല്ല കുടുംബജീവിതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറ കുടുംബമെന്ന് പറഞ്ഞാൽ വിഷയസുഖത്തിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത് നമ്മളാണ് ചെയ്യേണ്ടുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച സെമിനാർ പരിപാടിയിൽ ഭാരതീയ വിചാരകേന്ദ്രം കാര്യാധ്യക്ഷ ലക്ഷ്മി വിജയൻ സ്വാഗത പ്രസംഗം നടത്തി. ഡോക്ടർ ഹരീന്ദ്രൻ നായർ, സ്വാമി സുധീർ ചൈതന്യ തുടങ്ങിയവർ പ്രബന്ധ സഭയിൽ സെമിനാറുകൾ അവതരിപ്പിച്ചു. ജനം, തിരുവനന്തപുരം.